സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. തെരഞ്ഞെടുപ്പ് അതിന്റെ 4 ഘട്ടങ്ങൾ പിന്നിട്ട് 5ഉം 6ഉം 7ഉം ബാക്കിയുള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ പൗരത്വത്തിന് അപേക്ഷിച്ച 14 പേർക്ക് പൊടുന്നനെ പൗരത്വം ഇഷ്യൂ ചെയ്യുന്നത്. പൗരത്വ നിയമ ഭേദഗതി തടുക്കാൻ ധൈര്യമുള്ള ആരാണ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളത് എന്ന് മോദി ഉറക്കെ ചോദിക്കുന്നു. പശ്ചിമ ബംഗാളിലെ ചില മേഖലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട്. അവയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പൗരത്വം ഇഷ്യൂ ചെയ്യുന്നത്. പൗരത്വത്തെക്കുറിച്ച്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മോദി വാചാലനാകുന്നത് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് വളരെ വേഗം മനസ്സിലാകും. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ കടപുഴക്കി എറിഞ്ഞ പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. അതിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു കോടതി. അതുമാത്രവുമല്ല, ഈ കോടതി നടപടികൾ പൂർത്തിയാകും മുൻപേ പൗരത്വ ഭേദഗതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വരൂ നിങ്ങൾ എന്നാണെന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരിക്കൽ കൂടി ഒരു സന്ദർഭം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ തിടുക്കപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിൽ എന്തുമാത്രം നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, ഹർജിക്കാരുടെ മുമ്പിൽ എന്തുമാത്രം അനുകൂല സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നതാണ് നിയമപരമായ സാങ്കേതികമായ ചോദ്യം. രണ്ടാമത്തേത്, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്, പൗരത്വത്തിന് അപേക്ഷിച്ചവർക്ക് പൊടുന്നനെ പൗരത്വം നൽകുന്നത് എന്തുമാത്രം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. വിഭജനാശയത്തിന് വേരൂന്നാൻ പൗരത്വം ഗുണപ്പെടുമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ? അതിന് എത്ര പ്രയോഗ സാധ്യത ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുണ്ട് എന്നത് ചോദ്യം. അതിനുമപ്പുറം നരേന്ദ്രമോദി വിത്തുപാകാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സംഘവും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കൾക്ക്, അരവിന്ദ് കെജ്രിവാൾമാർക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഉയർത്തുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ഉല്ലാസ് ബാബു, BJP നേതാവ്, അല്പസമയത്തിനകം ജോയിൻ ചെയ്യും. ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം ലീഗിൽ നിന്ന്, ഷൈബു മഠത്തിൽ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഷാഫി ചാലിയം, സർക്കാർ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്നതുപോലെ ഇതിന് ചട്ടം കൊണ്ടുവരികയും അതിന്മേൽ ഇനിയിപ്പോൾ പൗരത്വം ഇഷ്യൂ ചെയ്യുന്നതിന് സർക്കാരിന് തടസ്സമില്ലാത്ത നിയമപരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. സോ അതിൻ്റെ പ്രോസസ്സ് ഗവൺമെൻറ് ഇങ്ങനെ സ്വാഭാവികമായും നടക്കുന്നു. ആളുകൾ പൗരത്വത്തിന് അപ്ലൈ ചെയ്യുന്നു, പൗരത്വം പേപ്പറുകളെല്ലാം ഓക്കെ, ആളുകൾക്ക് പൗരത്വം ഇഷ്യൂ ചെയ്യുന്നു. അതിൽ എന്താണ് സാങ്കേതിക നിയമപ്രശ്നം, എന്താണ് നിങ്ങൾ കാണുന്നത്? എല്ലാ പൗരത്വം ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ ആരും എതിരല്ല. അത് അന്തർദേശീയപരമായി, മനുഷ്യത്വപരമായി ഓരോ രാഷ്ട്രവും നിർവഹിക്കേണ്ടതാണ്. എന്താണ് ഈ പൗരത്വം എന്ന സാധനം? അവിടെ ആർക്ക് പൗരത്വം കൊടുക്കുന്നതിനും ഞങ്ങൾ എതിരല്ല. മറിച്ച് ഒരു സമുദായത്തെ മാറ്റി നിർത്തിയത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. തികച്ചും നിയമപരമായ ഒരു പ്രശ്നമാണ്. അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ അത് ചാലഞ്ച് ചെയ്തത് മുസ്ലിം ലീഗാണ്. ആ ലീഡ് പാർട്ടി തന്നെ അത്തരം കേസുകളിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഇത് സംബന്ധമായി സുപ്രീം കോടതിയിൽ കോവിഡിന് മുമ്പ് തന്നെ കേസ് കൊടുക്കുകയും പിന്നെ സർക്കാരിനോട് 3 മാസത്തിനധികം സർക്കാരിൻ്റെ ഭാഗം അറിയിക്കാൻ സുപ്രീം കോടതി പറയുകയും ചെയ്തു. പക്ഷേ ശേഷം 2-3 വർഷം കഴിഞ്ഞു ഇതുവരെ സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ ഇതുവരെ വന്ന് വാചകങ്ങളാൽ അറ്റോർണി ജനറൽ വല്ലതും പറയുക എന്നല്ലാതെ രേഖാപരമായി സുപ്രീം കോടതിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. മാത്രമല്ല, പെട്ടെന്ന് തിടുക്കപ്പെട്ട് മാർച്ച് മാസത്തിൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആ ചട്ടങ്ങളുണ്ടാക്കിയ നടപടിയും സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത സമയത്ത് വളരെ കൃത്യമായി ഗവൺമെൻറ് അറ്റോർണി ജനറലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗവൺമെൻറ്റിന് പറയാനുള്ളത് ഞങ്ങൾക്ക് അല്പം സമയം വേണമെന്നാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി 3 ആഴ്ച സമയം കൊടുത്തത്. ഏപ്രിൽ 9-നാണ് ആ ടൈം തീരേണ്ടത്. പക്ഷേ ഈ 3 ആഴ്ചക്കകം സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് ചെയ്തില്ല, സർക്കാരിൻ്റെ ഭാഗം റിപ്ലൈ കൊടുത്തില്ല. സുപ്രീം കോടതിയെ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത സർക്കാരാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു ഭരണഘടനാ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ വരെ തെറിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ്, മാറ്റിയ ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏപ്രിൽ 9 കഴിഞ്ഞാൽ ഏപ്രിൽ 9-നുള്ളിൽ സർക്കാരിന് പറയാനുള്ളത് പറയാതെ നേരിട്ട് പൗരത്വം കൊടുക്കുകയാണ്.
10-14 പേർക്കോ. എന്താ ഇതിനർത്ഥം? സുപ്രീം കോടതിയോടുള്ള അനാദരവാണ്. മാത്രമല്ല, ഇവർക്ക് ഈ ബംഗാളിലേക്ക് കണ്ട് പോകുന്ന സമയത്ത് അവിടെ നേരത്തെ ഈ മത്തുവ സമുദായമുണ്ട്. ആ മത്തുവ സമുദായത്തിൻ്റെ പിന്തുണ എന്താണ് BJP ക്കായിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ടാണ് ആ 18 സീറ്റിൽ പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ ജയിച്ചു വന്നത് അവിടെയാണ്. ഒഫീഷ്യൽ കണക്ക് പ്രകാരം 35,000-40,000 പേരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചപ്പോൾ ബംഗാളി പത്രങ്ങളിൽ നിന്നൊക്കെ റെഫർ ചെയ്ത സമയത്ത് കോടിക്കണക്കിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൗരത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് അവർ പൗരത്വം കിട്ടും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പൗരത്വം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. കൊടുക്കുന്നില്ല. ഒരു വാഗ്ദാനം പറഞ്ഞ് BJP അവരെ കൂടെ നിർത്തി. പക്ഷേ ഈ 10 കൊല്ലം ഈ കാലാവധി 5 വർഷത്തെ കാലാവധി കഴിയും വരെ ഇവർക്ക് പൗരത്വമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒന്നടങ്കം തന്നെ എങ്ങോട്ടേക്ക് മാറി? അവർ തൃണമൂലിലേക്ക് മാറി. അവരുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണ് ഒരു സ്ത്രീയായ മമത ഠാക്കൂർ. ആ മമത ഠാക്കൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ട് അതിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് പൗരത്വം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ചതിച്ചു. അപ്പം വിഷയം എന്താണ്? ഈ 14 പേർക്ക് പൗരത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളിതാ പൗരത്വം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന ബംഗാളിലെ ഈ മത്തുവ സമുദായം അടക്കമുള്ള അവിടെ പൗരത്വം പ്രതീക്ഷിച്ച് കഴിയുന്ന ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഘട്ടത്തിൽ ഇതുമായി വന്നത്. ഇവിടെ ഏപ്രിൽ 9 കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും ഒരു പ്രശ്നമുണ്ട്. കാരണം സർക്കാർ റിപ്ലൈ തന്നില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കണം. പക്ഷേ കഴിഞ്ഞ 1.5 മാസക്കാലമായി നമ്മുടെ ചീഫ് ജസ്റ്റിസ് നാട്ടിലില്ല. അദ്ദേഹം G20 ഭാഗമായ J20 മീറ്റിംഗിൽ പങ്കെടുക്കാൻ അദ്ദേഹം ബ്രസീലിലേക്ക് പോയിരിക്കുകയാണ്. നാളെയാണ് അദ്ദേഹം തിരിച്ചുപെത്തുള്ളൂ. നാളെ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ നാളത്തോടു കൂടി കോടതി അടയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായും അത് പരിഗണിക്കപ്പെടില്ല. മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ 1.5 മാസത്തോളമായി 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയെ സമീപിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു മാർഗമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 15 പേർക്ക് പൗരത്വം കൊടുത്തിട്ടാൽ ഞങ്ങളിത് ആ പൗരത്വം കൊടുത്ത് തുടങ്ങി എന്ന വാർത്ത വന്നാൽ ഇവർ മുസ്ലിങ്ങൾ മുഴുവൻ ഒരു സ്ട്രീറ്റിലേക്ക് തെരുവിൽ വന്ന് ഒരു പ്രതിഷേധം നടത്തുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതിഷേധം എന്താക്കാൻ പറ്റും? വലിയ രീതിയിൽ ഒരു എതിർവികാരം സൃഷ്ടിക്കാൻ ഉപകരിക്കുമെന്ന രീതിയിലുള്ള ചില തന്ത്രങ്ങളാണ് BJP ഇതിൽ ആവിഷ്കരിക്കുന്നത്. ഇനിയിപ്പോൾ മുസ്ലിങ്ങൾ അതിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും മുസ്ലിം വേഷം കെട്ടിച്ച് പണ്ട് ലുലുമാൾ പോയി നിസ്കരിച്ചതുപോലെ വേറെ ഏത് ടീമിനെ സൃഷ്ടിക്കോ എന്നും പറയാൻ വയ്യ. കാരണം എല്ലാവിധ ഭരണഘടനാ വിരുദ്ധമായ മര്യാദകൾ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഒരു സമുദായത്തിനെ അങ്ങേയറ്റം വെറുപ്പിലൂടെ ലോകത്ത് ഇങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ട്. ആലോചിച്ച് നോക്കി. ഇത് ഇപ്പോൾ പൗരത്വം ആളുകൾക്ക് നൽകി തുടങ്ങുന്നതിൽ പല അജണ്ടകൾ ഉണ്ട് എന്നാണ്. ഒന്ന്, മത്തുവ സമുദായത്തിൽപ്പെട്ട ആളുകളെ ബംഗാളിൽ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് പ്രീതിപ്പെടുത്തുക എന്ന അവസാനവട്ട ഉദ്ദേശമുണ്ട്. രണ്ടാമത്തേത്, ഈ വിഭജന സ്വഭാവമുള്ള സംഗതികൾ ഞങ്ങൾ വിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായും സ്ഥാപിക്കാൻ, സന്ദേശം നൽകാൻ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇത് കൊടുക്കുന്നു എന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഞാനൊന്ന് വരാം. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മുടെ കൂടെ ഉണ്ട്. ദീപക് പ്രകാശ്, ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സിന് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നതാണോ? ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിശദമായ രീതിയിൽ കോടതിയിൽ വാദം നടന്നതാണ്. അന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു: അടിയന്തരമായി ഒരു തീരുമാനവും ഗവൺമെന്റ് ഈ കാര്യങ്ങളിൽ എടുക്കുന്നില്ല എന്നും ഇത് വളരെയധികം പരിശോധിച്ചതിന് ശേഷം, ഇതിന് റിപ്ലൈ എല്ലാം കൊടുത്തതിന് ശേഷം, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 257ഓളം പെറ്റീഷൻസ് ആണ് സുപ്രീം കോടതിയിലുള്ളത്. അപ്പൊ അതിനുവേണ്ടി 2-3 വക്കീലന്മാരെ നോഡൽ ലോയേഴ്സ് ആയിട്ട് വെക്കുകയും അവർ ആ കാര്യങ്ങൾ പഠിച്ച് ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പൊ ഇന്നലെ ഒന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലെ ഒരു മാറ്റം, ഒരു കാര്യങ്ങൾ ഉണ്ടാകുകയും ശേഷം 300ഓളം ആളുകൾക്ക് എന്തിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പൗരത്വം കൊടുത്തു എന്നുള്ളത് വരുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കോടതി കാണുന്നത്. കാരണം ഇതിന്റെ വാദത്തിനിടയ്ക്ക് ഈ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതി സൂചിപ്പിച്ചിരുന്നു. ഇവർ ഇലക്ഷന്റെ സമയമാണ്, ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് പോകുമെന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. കോടതി അന്ന് പറഞ്ഞ കാര്യം, ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കാമെന്നും അപ്പോൾ ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞതാണ്.
സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകർ ഉന്നയിച്ച പ്രധാന വാദം ഇപ്പോൾ അടുത്തൊന്നും തന്നെ ഇത്രയും കാലങ്ങളായി അടിയന്തരമായി ഒന്നും നടത്താൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഇലക്ഷന്റെ ലാസ്റ്റ് ഒരു ഘട്ടം ഇത് നിൽക്കുമ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പ്ലേയിങ് ഫ്രോഡ് ഓൺ കോർട്ട് എന്നോ അപ്പം പറയാൻ കഴിയും. കാരണം ഇത് ചെയ്യുന്നില്ല എന്ന് കോടതിയെ പറഞ്ഞുകൊണ്ട് അതിനെ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് കോടതി വളരെ സീരിയസ് ആയിട്ട് എടുക്കുമെന്നും കോടതിയിൽ ഈ വിഷയം എത്തുന്ന ഘട്ടത്തിൽ ഒരു സ്റ്റേ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനൊന്ന് പറയാം. BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു കൂടി. ശ്രീ ഉല്ലാസ് ബാബു, സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മധ്യഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, അവിടെ വോട്ട് ചെയ്യാനിരിക്കുന്ന ആളുകൾ, അവരും പൗരത്വ വിഷയവുമായുള്ള ബന്ധം ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ തിടുക്കപ്പെട്ട് 13 പേർക്ക് അവരാരാണെന്ന് കൂടി അറിയില്ല, എവിടെ നിന്ന് വന്നവരാണെന്നും അറിയില്ല, മാധ്യമ വാർത്തകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇങ്ങനെ പാതി പൊതിഞ്ഞു പിടിച്ച് പൗരത്വം നൽകിയെന്ന വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ ഒരു നയം അത് കൃത്യമായി നടപ്പിലാക്കുന്നു. അവർ പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങൾ പ്രകാരം അപേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നു. അതിൽ യാതൊരുവിധ തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ആരോപിക്കപ്പെടേണ്ടതില്ല. രണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ഇതിനെ എതിർക്കുന്നവരും അത് ആരോപിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർക്കൊരിക്കലും BJP ജയിക്കുമെന്നോ BJP ഇത് ചെയ്ത് ശരിയാണോ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇവിടെ എന്താണ്, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കും ഒരു പ്രയാസവും ഇതിനകത്ത് സംഭവിക്കുന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതും ഒപ്പം സ്വാഭാവികമായിട്ടും മതപരമായ പീഡനം അനുഭവിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യം നൽകേണ്ട കാര്യങ്ങൾ കൃത്യമായി നൽകി അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 2003 നമുക്കെല്ലാവരും നിരവധി തവണ ചർച്ച കഴിഞ്ഞ കാര്യമാണ്. 2003 ബഹുമാനനായിട്ടുള്ള മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇതാവശ്യപ്പെട്ടാണ് CAB-യുമായി, സിറ്റിസൺസ് അമെൻമെൻറ്റ് ബില്ലുമായി വന്ന ചർച്ചയിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, മൈനോറിറ്റീസ് ആയിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്, അതിനെ ഭംഗിയായിട്ട് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അന്ന് ചെയറിലിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പറയുന്നു, ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലും ഈ വിഷയങ്ങളുണ്ട്, അവിടെ ഒരുപാട് പേർക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ LK അദ്വാനിജി അത് കൃത്യമായി പറഞ്ഞു, ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞു, മാഡം ഐ ഫുള്ളി എൻഡോസ്ഡ് യുവർ വ്യൂസ്, ഞങ്ങളത് പരിഗണിക്കപ്പെടുന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയം തോന്നിയില്ല. ബഹുമാനനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ച സമയത്തും ഞങ്ങൾക്കതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം അതൊരു ആവശ്യകതയാണെന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരിഗണനാ ശൈലിയിൽ തന്നെ പരിഗണിക്കാമെന്ന് ഉല്ലാസ് ബാബു, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നടപ്പിലാക്കുന്നത് പോലെയുള്ള സംഗതിയെക്കുറിച്ചല്ല ഈ മൻമോഹൻ സിംഗ് സംസാരിക്കുന്നത്. ഈ CAA ബിൽ ഇതുപോലെ നടപ്പിലാക്കണമെന്ന്, ഒരു പ്രത്യേക മതവിഭാഗത്തെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന ആവശ്യം ഒരു കാലത്തും മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ചിട്ടില്ല. പൗരത്വം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഇവിടെ ഒരാളും ഒരു വിയോജിപ്പും ഉന്നയിക്കുന്നില്ല. ചില പ്രത്യേക വിഭാഗത്തിന് കൊടുക്കില്ല എന്ന ദുർവാശിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് വളരെ പൊതിഞ്ഞ ഭാഷയിൽ പറഞ്ഞ് വേഗത്തിൽ ജമ്പ് ചെയ്ത് പോലെ ഇത് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്. മൻമോഹൻ സിംഗ് പണ്ട് നേരത്തെ ഒരു പ്രസംഗം നടത്തിയതിനെ നിങ്ങൾ വക്രീകരിച്ച് വൃത്തികെട്ട ഭാഷയിൽ മോദി പ്രസംഗിത കണ്ടു. അതും മൻമോഹൻ സിംഗ് പറഞ്ഞ നിലയ്ക്ക് റെഫർ ചെയ്യാണ്. മൻമോഹൻ സിംഗ് പറയുന്ന കാര്യം വേറെയാണ്, നിങ്ങളത് പറയുന്നതും നടപ്പിലാക്കുന്നതും വേറെ വഴിക്കാണ്. അതുകൊണ്ട് അതിനെ ചേർത്ത് വയ്ക്കല്ലേ, അത് അപഹാസ്യമായി പോകും. ഒരു അപഹാസ്യമില്ല. മൻമോഹൻ സിംഗ് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ശൈലിയിൽ എടുക്കുന്നതാണ് അപഹാസ്യമുഖം. മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത്? ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് അവർ കൺട്രി, ദ മൈനോറിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് ബംഗ്ലാദേശ് ഹാവ് ഫേസ്ഡ് പെർസിക്യൂഷൻ. ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ മൈനോറിറ്റീസ് ആരാ? പറ. പാകിസ്ഥാനിൽ മൈനോറിറ്റീസ് ആരാ? പറ. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് അവർ കൺട്രി, ദ മൈനോറിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് ബംഗ്ലാദേശ് ഹാവ് ഫേസ്ഡ് പെർസിക്യൂഷൻ ആൻഡ് ഇറ്റ്സ് അവർ മോറൽ ഒബ്ലിഗേഷൻ ദാറ്റ് ഇഫ് സർക്കംസ്റ്റൻസസ് ഫോഴ്സ് അൺഫോർച്ചുനേറ്റ് പീപ്പിൾ ടു സീക്ക് റെഫ്യൂജീസ് ഇൻ അവർ കൺട്രീസ്, അവർ approach to granting citizenship to them should be more liberal. I hope that the Honorable Deputy Prime Minister will bear this in mind in charting out a future course of action with regard to the Citizenship Act.
അദ്ദേഹം കൃത്യമായി പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇതേപോലെ തന്നെയാണ് CPM-ന്റെ 12ാം കോൺഗ്രസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ബംഗ്ലാദേശിലായിട്ടുള്ള ആളുകൾ ബന്ധപ്പെട്ട സമയത്ത് 2012 പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് സിംപത്തറ്റിക്കലി കൺസിഡർ ചെയ്യണം ഈ വിഷയം. ആ സമയത്താണ് പാർലമെൻറ്റിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞത് ഇതിനകത്ത് പാകിസ്ഥാനിലും ഈ വിഷയങ്ങളുണ്ട്. ആ സമയത്താണ് ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള ഉപപ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ LK അദ്വാനിജി പറഞ്ഞത് ഞങ്ങളത് എൻഡോസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങളതിനെ വക്രീകരിച്ച് കാണുകയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന അജണ്ടയിലേക്ക് അതിനെ സെറ്റ് ചെയ്യുകയും അത് ശരിയല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നതാണ് അപഹാസ്യം എന്നുള്ളത് നിഷാദ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ശ്രീ ഉല്ലാസ് ബാബു നിങ്ങൾ പറഞ്ഞല്ലോ ബംഗ്ലാദേശിലെ റിലീജിയസ് മൈനോറിറ്റി ആരാണെന്ന എൻ്റെയും തിരിച്ചുള്ള ചോദ്യം. ബംഗ്ലാദേശിലെ റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമാണ് എന്ന വിചാരത്തിൽ പ്രശ്നമുണ്ട്. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്? അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പോലും റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട് അവിടെ. ഇനി റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന അയൽ രാജ്യങ്ങളിലെ മനുഷ്യരോടുള്ള കരുതലാണെങ്കിൽ പല അയൽ രാജ്യങ്ങളും ഇതിൽ പെട്ടിട്ടില്ല. ശ്രീലങ്കയെ നിങ്ങൾ പെടുത്തിയിട്ടില്ല, മ്യാൻമറിനെ നിങ്ങൾ പെടുത്തിയിട്ടില്ല. നിങ്ങൾ പെടുത്തിയിട്ടുള്ളത് മുസ്ലിം എന്ന് ടാഗ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളെ പെടുത്തുക, അവിടെ നിന്ന് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവരികയാണ്. ഇതിന് വേറെ പശ്ചാത്തലമുണ്ട്. അസമിൽ നിങ്ങൾ നടപ്പിലാക്കിയ NRC-യിൽ ഈ പൗരത്വ പരിശോധനയിൽ പുറത്തായി പോയ 19 ലക്ഷത്തിൽ 15 ലക്ഷവും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടും ആ പ്രൊട്ടസ്റ്റിനെ മറികടക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൗരത്വരേഖയില്ലെങ്കിലും നിങ്ങൾ നോൺ മുസ്ലിം ആണെങ്കിൽ തരപ്പെടുത്താം എന്ന നിലയ്ക്ക് നിങ്ങൾ പുതിയൊരു അമെൻമെൻറ്റ് കൂടി ഉണ്ടാക്കുകയാണ്. അസം പരിശോധിക്കേണ്ട കാര്യമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് മുമ്പ് ഈ കാര്യം ഓർക്കണം. റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണോ അവിടുത്തെ മെജോറിറ്റി കാസ്റ്റ്, ബാക്കി ഇപ്പുറത്ത് നിൽക്കുന്നവർ മാത്രമാണ്, അതിനകത്തെ ഉപവിഭാഗങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ മനുഷ്യത്വം എന്താണ്? നിഷാദെ, അത് നിഷാദിൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. മതപീഡനം എന്ന് പറഞ്ഞതിൽ ഇൻ്റർനാഷണൽ ഡെഫിനേഷൻ തന്നെയുണ്ട്. ഒരു മതപീഡനം എന്ന് പറഞ്ഞാൽ മതത്തിൽ പെടുന്ന മറ്റു മതക്കാർക്ക് ഉണ്ടാകപ്പെടുന്ന പീഡനമാണെന്ന് നിങ്ങൾ പറയുന്ന ജാതി നമ്മുടെ ഈ നാട്ടിൽ നായരും വഴക്കുണ്ടായാൽ ഹിന്ദു മതപീഡനമല്ല, ജാതീയമായ പീഡനമാണ്. അതിന് ഒരു മതവിഭാഗം ഒരു പ്രദേശത്ത് ഡോമിനേഷൻ എടുക്കുകയും ആ മതവിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ന്യൂനപക്ഷങ്ങളെ അവർ തള്ളിപ്പറയുക എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ അത് വേറെ ഒരു റിലീജിയൻ ആയിരിക്കണം, ആ വേറെ തന്നെ ദൈവമുള്ളവരായിരിക്കണം എന്നൊന്നുമല്ല. ഡോമിനേഷൻ, പവർ ഡോമിനേഷൻ കൊണ്ട് അവരുടെ ധാരയ്ക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ അറ്റാക്ക് ചെയ്ത് അതാണ് റിലീജിയസ് പെർസിക്യൂഷൻ. യുഎന്നെ കോട്ട് ചെയ്ത് നിങ്ങൾ വ്യാജം പറയല്ലേ? നിഷാദ് പ്രസംഗിക്കുക, ഞാനിവിടെ മിണ്ടാതിരിക്കുക. വ്യാജം പറയുന്നത് നിങ്ങളാണെന്ന്, വ്യാജം പരത്തുന്നത് നിങ്ങളാണെന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വ്യാജമാക്കി വക്രീകരിക്കുന്നത് നിങ്ങളാണെന്നേ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുക, ഞാൻ കേൾക്കാം. മതപീഡനം എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ട് ഇന്റർനാഷണൽ ഡെഫിനേഷൻ അടക്കമുണ്ട്, UN അടക്കമുള്ള കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവിടെ ഇന്റേണൽ ആയിട്ടുള്ള അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രണ്ട് ആളുകൾ തമ്മിൽ തല്ലുവിടുന്നുണ്ടെങ്കിൽ അത് മതപീഡനമല്ല, അത് ജാതീയമായ വിവേചനമാണ്. അത് അവിടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. മതപീഡനം നടന്നു 30% ഉണ്ടായിരുന്ന ഒരു വിഭാഗവും 28% ഉണ്ടായിരുന്ന വിഭാഗവും 2-ലേക്കും 8-ലേക്കും ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവിക അവർ നേരിടുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയമില്ലാതെ അവതരിക്കപ്പെടുമ്പോൾ അത് പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന കണക്കും ബംഗ്ലാദേശായിട്ട് 30% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ അവിടെ 2% മാറി സാർ. 28% ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ അത് 8% സാർ. നിങ്ങളാണ് തെറ്റിദ്ധരിക്കുന്നത്, നിങ്ങളാണ് വക്രീകരിക്കുന്നത്, നിങ്ങളാണ് അപഹാസ്യനാകുന്നത്, നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാൻ പറ്റില്ല. ഞാൻ കണക്കുകളും വ്യക്തതയും മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനകത്ത് രാഷ്ട്രീയവും നിങ്ങളുടെ മതവും നിങ്ങളുടെ ശൈലിയുമായുള്ള രീതിയിലേക്ക് BJP ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് നിന്ന് കയറാൻ എനിക്ക് സാധ്യമാകില്ല. നോക്കൂ, നിങ്ങളൊരു കാര്യം കൃത്യമായി പറയുക. ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കി പോകുന്നത്. അതിനകത്ത് ജാതിപരമായ, മതപരമായ, വർഗപരമായ, വർണ്ണപരമായ ഒരു വിവേചനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു വേറെ ഉന്നം വെച്ച് പറഞ്ഞൊരു കാര്യം, മ്യാൻമറിൽ ഉന്നം വെച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മ്യാൻമറിൽ ഉന്നം വെച്ച് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേട്ടക്കാരനല്ലെന്ന്, നമ്മൾ ഇരക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന റെഫ്യൂജീസ് എന്ന് പറയപ്പെടുന്ന അഭയാർത്ഥികളായി, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ
ഇന്ത്യക്കാർക്ക് മറ്റേ സിറ്റിസൺഷിപ്പ് കൊടുക്കാനല്ല ഇരിക്കുന്നത്. ആരാണ് ഈ മ്യാൻമറിലെ രാജ്യം വേട്ടക്കാർ? അതല്ല നിൽക്കുന്നത്. ഈ ആരാണ് രാജ്യം മ്യാൻമറിലെ വേട്ടക്കാർ? അഭയാർത്ഥികളായി ആരാണ് വന്നവർക്ക് മ്യാൻമറിലെ വേട്ടക്കാർ? അഭയാർത്ഥികളായി വന്നവർക്ക് ആരാണ് തന്നെയാണ്. മ്യാൻമറിലെ വേട്ടക്കാർ? അല്ലാതെ നിങ്ങൾ ആരാണ് നിങ്ങൾ മ്യാൻമറിലെ മ്യാൻമർ കൊണ്ട് വേട്ടക്കാർ? ഉദ്ദേശിച്ചത് എന്താ? നിങ്ങൾ മ്യാൻമർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അത് നിങ്ങൾ പറ. നിങ്ങൾ മ്യാൻമർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അതാദ്യം പറ. മ്യാൻമറിൽ ആരാണ് religious persecution അനുഭവിക്കുന്നത്? ആവശ്യമായി കുത്തിക്കയറ്റിക്കൊണ്ട് മ്യാൻമറിൽ ആരാണ് religious persecution അനുഭവിക്കുന്നത്? ഞങ്ങൾ അനുകൂലമല്ലെങ്കിൽ മ്യാൻമറിൽ ആരാണ് religious persecution അനുഭവിക്കുന്നത്? ഞങ്ങൾ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് എതിരാണെന്ന് മ്യാൻമറിൽ ആരാണ് religious persecution അനുഭവിക്കുന്നത്? സൗകര്യമില്ലെന്നേ. മ്യാൻമറിൽ ആരാണ് മതപീഡനം അനുഭവിച്ച് വേട്ടയാടപ്പെട്ട് ഓടിപ്പോകുന്നതിന് ഞങ്ങൾ നിന്ന് തരണോ? മ്യാൻമറിൽ ആരാണ് വേട്ടയാടപ്പെട്ട് ഓടിപ്പോകേണ്ടി വരുന്നവർ? 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 മ്യാൻമറിൽ ആരാണ് വേട്ടയാടപ്പെട്ട് ഓടിപ്പോകേണ്ടി വരുന്നത്? നിങ്ങൾ എത്ര ആളുകളുടെ കാര്യം പറഞ്ഞു? നിങ്ങൾ റോഹിൻഗ്യൻകളുടെ കാര്യം പറഞ്ഞ സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ, റോഹിൻഗ്യൻ വിഷയത്തിൽ ഇവിടെ അഭയാർത്ഥികളല്ല, അഭയാർത്ഥികളൊക്കെ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ നാടിനെ ഡിഫൻസ് എന്തുകൊണ്ട് റോഹിംഗ്യകൾ മതപീഡനം അനുഭവിക്കുന്നവരല്ല? അല്ല, എന്തുകൊണ്ടാണ് റോഹിംഗ്യകൾ മതപീഡനം അനുഭവിക്കുന്നവരല്ല എന്ന് പറഞ്ഞ ഡാറ്റ എന്താണ്? അത് കൃത്യമാണ്. റോഹിംഗ്യകൾ മതപീഡനം അനുഭവിക്കുന്നവരല്ല എന്ന് പറയാൻ കാര്യം എന്താണ്? മുസ്ലിമിന് ഇത് ബാധകമല്ല. റോഹിംഗ്യകൾ മതപീഡനം അനുഭവിക്കുന്നവരല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? റോഹിംഗ്യകൾ മതപീഡനം അനുഭവിക്കുന്നവരല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ് എന്നും നിങ്ങൾ പറഞ്ഞു പരത്തുന്ന നുണപ്രചരണങ്ങൾക്ക് അടിമപ്പെടാൻ ഇവിടുത്തെ സാധാരണക്കാർ തയ്യാറല്ല, BJPയും തയ്യാറല്ല. അത് നിങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ വൈകാരികത ഉണ്ടാക്കി ഈ എനിക്കൊരു വൈകാരികതയില്ല. താങ്കൾ വൈകാരികമായി നിങ്ങൾ കുറെ നാളായി അപ്പം ചുട്ടു തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിന്റെ മേലെ കൂടി പ്രസംഗിച്ച് നീട്ടിപ്പോയാൽ പറയുന്ന നുണയെല്ലാം സത്യമാക്കപ്പെട്ടോളൂ എന്നുള്ള ഒരു മോദി ലൈനിലാണ്. അത് നടക്കില്ല. ഞാൻ കേട്ടിരിക്കാം. അവസാനം എന്റെ ചോദ്യം ആവർത്തിക്കപ്പെടും. എന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യപ്പെടും. താങ്കൾ വേണേ കുറച്ച് താങ്കൾക്ക് കുറച്ച് സമയം തരാം. വൈകാരികമായി ഏകപക്ഷീയമായി പ്രസംഗിച്ച് പോയി കളഞ്ഞാൽ ജനം എല്ലാവരോടും വിശ്വസിച്ച് കളയും എന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രശ്നമുണ്ടാവുമെന്ന് നിഷാദ് പറ. നിഷാദെ, നുണ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ വിഭിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്നും മാറ്റം വരുത്തപ്പ. മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, താങ്കളുടെ പരമോന്നതനായ നേതാവ് നരേന്ദ്രമോദി മുതൽ താങ്കൾ വരെയുള്ള ആളുകൾക്ക് ചോദ്യങ്ങളെ എടുക്കാനുള്ള സഹിഷ്ണുതയില്ല. നിങ്ങളുടെ നേതാവ് അമിത്ഷാ ബംഗാളിൽ പ്രസംഗിക്കുകയാണ്. ക്രോണോളജി സംശയ ഈ ഗണന നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഈ ഗണന നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഞങ്ങൾ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് CAA ആണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ NRC കൊണ്ടുവരും. എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും ഞങ്ങൾ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചത് അമിത്ഷായാണ്. ഞങ്ങളിത് കൊണ്ടുവരാൻ പോകുന്ന എന്തിനാണ്? ഞങ്ങൾ ആദ്യം CAA കൊണ്ടുവരും, ക്രോണോളജി സംശയ. അതിനുശേഷം ഞങ്ങൾ ഇവിടെ NPR നടപ്പിലാക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ NRC നടപ്പിലാക്കും. എല്ലാ ചിതൽപുറ്റുകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഞങ്ങൾ ഓടിക്കും. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പ്രസംഗിക്കുന്നു അമിത്ഷാ. എന്ന് വെച്ചാൽ CAA കൊണ്ടുവരുന്നത് NRC കൊണ്ടുവരാനാണെന്ന് അമിത്ഷാ പറയാണ്. NRC അസമിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം 1 കോടിയിലധികം ആളുകൾ പുറത്തുപോയി. പിന്നെ നടപ്പിലാക്കിയപ്പോൾ 19 ലക്ഷം പുറത്തുപോയി. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ചിതൽപുറ്റുകളെ പുറത്തിലാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശം ജനത്തിന് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ആർക്കും ഒരു സംഭവം ഒരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ നരേറ്റീവ് പത്രം വായിക്കുന്ന മനുഷ്യരോട് പറയല്ലേ. ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ നിഷാദ് ശ്രമിച്ച ആരാണ് വർഗീയത ഉണ്ടാക്കുന്നത് എന്ന് കഴിഞ്ഞ 2, 3, 4 തെരഞ്ഞെടുപ്പ് സെഷനുകളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മനസ്സിലാവും. ഉല്ലാസ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരാം. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ഷൈബു മഠത്തിൽ എന്റെ കൂടെയാണ്. ഷൈബു മഠത്തിൽ ഈ പൗരത്വ നിയമം ഭേദഗതി കൊണ്ടുവരിക വഴി വലിയ വിഭജനത്തിന് സർക്കാർ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2 വർഷത്തോളം ഫ്രീസറിൽ വെച്ച ഒരു നയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെടുത്ത് അതിൻ്റെ ചട്ടം പ്രഖ്യാപിക്കുക വഴി വീണ്ടും ഒരു വലിയ സമരകോലാഹലത്തിലേക്ക് നാട് പോകുമോ? അങ്ങനെയെങ്കിൽ അതിനകത്ത് നിന്ന് സമരം ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാൻ പോലെയുള്ള വിഭജന സംഗതികൾ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചുവെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രക്ഷോഭം രാജ്യത്തുണ്ടായില്ല. ഏറ്റവും അവസാനം ഇപ്പം 5ാം സെഷനിലേക്ക് പോകുമ്പോൾ ബംഗാളിനെ കണക്കാക്കിക്കൊണ്ട് പൗരത്വ ഇഷ്യൂ ചെയ്യുകയാണ്. സത്യത്തിൽ മോദിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശ്രീ ഷൈബു, എന്നോടാണ്. ഷൈബു കേൾക്കുന്നുണ്ടോ? എന്നോടാണ് ചോദ്യം. യെസ് കേൾക്കാം. ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ
തെരഞ്ഞെടുപ്പിന് 4 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ബി ജെ പി വലിയ ആത്മവിശ്വാസക്കുറവിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ബി ജെ പി സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റെപ്സ്, ഒന്ന് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ. പിന്നെ ചെയ്തത് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ 10ഓളം അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനൊക്കെ പിന്നെ റിഡ്രസ്സിലുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പകുതി മുന്നോട്ട് പോയി കഴിഞ്ഞ സുപ്രീം കോടതിയിൽ നിന്നാണ് റിഡ്രസ്സിലുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാനുള്ള അധികാരങ്ങളുണ്ടായിട്ടും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല. അപ്പോൾ ബി ജെ പി 400 സീറ്റ് നേടും എന്ന് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്, തനിക്കെതിരെ മത്സരിക്കാൻ ആരുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും തനിക്കെതിരെ എതിർപക്ഷത്ത് മത്സരിക്കാനില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ 400 സീറ്റ് നേടും. സൂറത്തിൽ സംഭവിച്ചതുപോലെ 400 സീറ്റ് നേടുന്ന അദ്ദേഹം ഉദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പോയിരിക്കുന്നു. നമ്മൾ ഓരോ ഘട്ടം തിരഞ്ഞെടുപ്പ് നോക്കൂ. ആദ്യത്തെ 2ഉം 3ഉം ഘട്ട തിരഞ്ഞെടുപ്പുകളിലുണ്ടായ പോളിങ്ങിൻ്റെ കുറവ് നോക്കൂ. നമ്മളെ തെക്കേ ഇന്ത്യയിൽ നേരത്തെ തന്നെ ബി ജെ പിക്ക് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക്, ഈ 4ാം ഘട്ടത്തിൽ ഉത്തരേന്ത്യയിലേക്ക് വന്നപ്പോൾ പോലും പോളിംഗ് ശതമാനം കുറവാണ് ഇപ്പോഴും. അപ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന യാതൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല. അതിപ്പം മോഡിക്ക് എന്താ സംഭവിച്ചത്? മോഡിയുടെ മോഡ് ഓഫ് ക്യാമ്പയിൻ മാറ്റിയില്ലേ? അദ്ദേഹം പച്ചയായ വർഗീയത പറയാൻ തുടങ്ങിയില്ലേ? അദ്ദേഹം നിരന്തരമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരന്തരമായി വർഗീയത പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവില്ല. എന്തിനാ? സ്വന്തം സുഹൃത്തുക്കളായ, അദ്ദേഹത്തിന് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്തുക്കളായ കോർപ്പറേറ്റുകൾ അംബാനിയെയും അദാനിയെയും പോലും അദ്ദേഹം തള്ളി പറഞ്ഞില്ലേ? അംബാനിയും അദാനിയും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഫണ്ട് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചില്ലേ? എന്താ കാരണം പൊതുവിൽ ഈ രാജ്യം നിയന്ത്രിക്കുന്ന ഈ രാജ്യത്തിലെ പൊതുവിൽ ആളുകൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതായത് വൻകിട ഇൻവെസ്റ്റേഴ്സിന് ബോധ്യം വന്നിട്ടുണ്ട്. ഓഹരി വിപണിയിലെ വൻകിട ഇൻവെസ്റ്റേഴ്സിന്, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൻകിട ഇൻവെസ്റ്റേഴ്സിന് ബോധ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഈ സർക്കാർ തുടരില്ല. അവർക്ക് ആ വിവരം എവിടെ നിന്നാണ് കിട്ടുന്നത്? എക്സിറ്റ് പോൾ റിസൾട്ട്സ് നമ്മുടെ കയ്യിൽ, സാധാരണക്കാരായ നമ്മുടെ കയ്യിൽ ലഭ്യമാകില്ല. പക്ഷേ ഈ ഡാറ്റയൊക്കെ സർക്കാരിനും വൻകിട ഏജൻസികൾക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായ രൂപമുണ്ട്. ഇതുകൊണ്ടാണല്ലോ നോയിഡയിലെ പല മാധ്യമങ്ങളും അവരുടെ നിലപാട് മാറ്റിയത്. ഇതുവരെ നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുക മാത്രം ചെയ്തിരുന്ന മാധ്യമങ്ങൾ അവരുടെ നിലപാട് മാറ്റി അവർ മോഡിയെ വിമർശിക്കാൻ തുടങ്ങിയില്ലേ? ബി ജെ പിയുടെ ചില ചെപ്പടി വിദ്യകൾ തുറന്നു കാണിക്കാൻ തുടങ്ങിയില്ലേ? അല്പസ്വല്പമെങ്കിലും. എന്തുകൊണ്ട് ആ മാറ്റം വന്നു? അപ്പം കാര്യങ്ങൾ ക്ലിയർ ആവുകയാണ്. ഡൽഹിയിൽ കാറ്റ് മാറി വീശുകയാണ്. അപ്പോൾ അവസാനമായി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നേരത്തെ പ്രയോഗിച്ചിട്ടും വലിയ പ്രയോജനം വരാതിരുന്ന ചില ആയുധങ്ങൾ ഇറക്കുകയാണ്. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CAA എന്ന് പറയുന്ന പൗരത്വ നിയമത്തിൽ എന്താ പ്രശ്നം? അതിൻ്റെ പ്രശ്നം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ളതാണ്. ബി ജെ പിയുടെ വക്താവ് ശ്രമിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിനെ ന്യായീകരിക്കാനാണ്. ജസ്റ്റിഫിക്കേഷൻസ് ആണ് അദ്ദേഹം പറയുന്നത് മുഴുവൻ. അത് മുഴുവൻ ജസ്റ്റിഫിക്കേഷൻസ്. അതിനാണ് മൻമോഹൻ സിംഗ് പണ്ട് പറഞ്ഞതും CPM-ന്റെ പോളിസി അല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസി എന്താണെന്നൊക്കെ കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ നിയമത്തിലെ പ്രശ്നം ആകെ 2ഓ 3ഓ വരിയിൽ കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റാണ്. അതിലൊരു വരിയിൽ ഒരുപാട് മതവിശ്വാസങ്ങളുടെ പേരുകൾ എണ്ണി പറഞ്ഞിരിക്കുക. അത്തരം ഒരു നിയമം നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ലോകത്ത്, യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലോ ഉള്ള ലോകത്തിലെ വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഇന്ന മതവിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകം എന്നൊരു നിയമം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അത് എവിടെയാ സാധിക്കുക? ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാധിക്കൂ. അത് പേഴ്സണൽ ലോ എന്ന് പറയുന്ന വ്യക്തികളുടെ സ്വകാര്യ നിയമത്തിൽ ബാധകമാവുന്ന കാര്യങ്ങൾ. അതായത് വിവാഹമോചനം. ഹിന്ദു കോഡുണ്ട്, അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ബാധകം. അതുപോലെ ക്രൈസ്തവർക്ക് ബാധകമായ, പാഴ്സികൾക്ക് ബാധകമായ നിയമം ഇന്ത്യയിൽ സെപ്പറേറ്റ് ഉണ്ട്. കുടുംബ കോടതി വിഷയത്തിലൊക്കെ അത്തരം കാര്യങ്ങളിൽ ആ മതത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നിയമത്തിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് വിവേചനം നടത്താൻ സാധിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് വ്യക്തമായും ഭരണഘടനാ വിരുദ്ധമാണ്. ഇനി എന്തിനാണ് ഇന്ത്യയിലുള്ള ഒരു മതവിഭാഗത്തിൻ്റെ പേര് മാത്രം ഒഴിവാക്കി ബാക്കി മതവിശ്വാസങ്ങളുടെ ഒരു ലിസ്റ്റ്? അത് വളരെ ക്ലെവറായിട്ടുള്ള ചെയ്തൊരു ആക്ട് അല്ലേ? വളരെ ഷ്രൂഡായിട്ട്, വളരെ ക്ലെവറായിട്ട് എത്ര കഷ്ടപ്പെട്ടു അവർ ഒരു മതവിഭാഗത്തിൻ്റെ പേര് മാത്രം ഒഴിവാക്കാൻ ബാക്കി എല്ലാ മതവിഭാഗങ്ങളുടെയും ലിസ്റ്റ് ഉണ്ടാക്കി ഒരു നിയമം ഉണ്ടാക്കി. ഇത് എത്ര വൃത്തികെട്ട പണിയാണ് ചെയ്തത്. ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു നിയമം ഇതിനും ഉണ്ടായിട്ടുണ്ടോ? അത് പാർലമെന്റിൽ പാസ്സായി എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ നാണക്കേടല്ലേ? ലോകത്തിന് മുഴുവനും ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയ നിയമമല്ലേ അത് സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുക. സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത്
ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ചാണ് അത് കേൾക്കുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ്, അദ്ദേഹം ഏതാനും മാസങ്ങൾക്കപ്പുറം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിൽ വിധി പറയും. പക്ഷേ അതിൽ വിധി പറയുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ഇത്ര ഒരു തീരുമാനമെടുത്തത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആം ആദ്മി പാർട്ടി ഞങ്ങളുടെ നിലപാട് എനിക്ക് വരുന്നതിന് മുമ്പ് ഷാഫി ചാലിയം നോക്കൂ, പൗരത്വ നിയമ ഭേദഗതി ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വച്ച് വൈകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് അത് നിയമമാക്കുക, തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുക, അതിന്മേൽ പൗരത്വം ഇഷ്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്ന റൂളിംഗ് പാർട്ടിക്ക് ചില പ്ലാൻ ഉണ്ട്. അപ്പോൾ അവരെ നോക്കൂ, പ്രധാനമന്ത്രി ഫ്രം ദ വെരി ബിഗിനിങ് നല്ല കട്ട വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടി ഡിവിസീവായിട്ടുള്ള ഒരു വിഭജനത്തിന്റെ സാധ്യതയുള്ള സംഗതിയാണ് ഈ പൗരത്വത്തിൻ്റെ ഈ പ്രഘോഷണമൊക്കെ. ഇതൊക്കെ കൂടി മൊത്തത്തിലുള്ള മൂഡ് ചേഞ്ച് ചെയ്ത് കളയും എന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ കാർഡ് അജണ്ടയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ അവരെ സഹായിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ല, ഇവിടെ സത്യത്തിൽ BJP എന്ന പാർട്ടി, ആ പാർട്ടിയെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ അമിത്ഷാ, നരേന്ദ്രമോദി, നന്ദ, ഇവർ 3 പേര് മാത്രമാണ്. BJPയുടെ ഒരു യോഗം അടുത്ത കാലത്ത് എവിടെയെങ്കിലും ചേർന്നതായി നിഷാദ് റാവുത്തർ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ദേശീയ നിർവാഹക സമിതി ചേരുന്നുണ്ടോ? അതിന് എന്തെങ്കിലും ബോഡി ചേരുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഒരു പാർട്ടി യോഗം ചേർന്നെടുക്കുക അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇവർ 2-3 ആൾ കാര്യങ്ങൾ തീരുമാനിക്കുക. പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് അമിത്ഷാൻ്റെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടാവും. ഈ പെട്ടീൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അമിത്ഷാക്കും മോഡിക്കും അറിയുള്ളൂ. കൂടെയുള്ള BJPയുടെ മറ്റു MP-മാർക്ക് പോലും അറിയില്ല. അവിടുന്ന് ആ പെട്ടി തുറക്കുമ്പോഴാണ് അറിയാം. അത്രക്കും ഏകാധിപതി, സ്വേച്ഛാധിപതി പോലെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കളവുകൾ തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അമിത്ഷാ ഇവിടെ ഈ ഉമേഷ് ബാബുവിൻ്റെ ആർഗ്യുമെൻ്റ് കണ്ടപ്പോൾ വല്ല കർമ്മ ന്യൂസിലെ വാർത്ത വായിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിനെനിക്ക് ഓർമ്മ വന്നത്. എന്ത് കണക്കാണത്? എന്ത് ആധികാരികതയുള്ളത്? ഈ CAA ചർച്ച നടക്കണമെന്ന് അമിത്ഷാ ഇതേമാതിരി ഈ കള്ളം പാർലമെൻറ്റ് പറഞ്ഞു. പാർലമെൻറ്റിൽ സത്യം മാത്രം പറയേണ്ട സ്ഥലമാണ് അവിടെ. കാരണം അത് രേഖപ്പെടുത്തപ്പെടുന്ന അവിടെ ഈ പാകിസ്ഥാനിലെ പിന്നെ ഹിന്ദുക്കളുടെ ജനസംഖ്യ വിഭജന സമയത്ത് ഇത്രയായിരുന്നു, അത് ഇപ്പോൾ ഇത്രയായി ചുരുങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. ഈ 2 സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തതിനെ തുടർന്ന് അതിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേ പാകിസ്ഥാനിലും പോയി ബംഗ്ലാദേശിലും പോയി അവിടുത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഇന്ത്യ ടുഡേ ആ കാര്യങ്ങൾ പുറത്തുവിട്ടു. പച്ചക്കളവാണ് അമിത്ഷാ പറഞ്ഞതെന്നത്. ഇവരൊരു കണക്ക്, എന്ത് കണക്ക്? ഇത്ര ശതമാനം ഇപ്പം പറഞ്ഞില്ലേ, ലോകത്ത് ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോവുകയാണ്. അണ്ട് ബ്രിട്ടനാണ്, അണ്ട് തള്ളുക. അത് ബ്രിട്ടൻ്റെ മേലെ വരാൻ പോവുകയാണ്. ഈ ബ്രിട്ടൻ എന്ന രാജ്യത്തെക്കുറിച്ച് ഇവർ എന്താ മനസ്സിലാക്കുന്നത്? ഇവർ ലോകത്ത് ഇന്ത്യയുടെ കടം എത്രയാണ്? എത്രായിരം കോടിയാണ് ഇന്ത്യയുടെ കടം. ഒരു രാജ്യത്തിൻ്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു ഫേമിൻ്റെ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രതയുടെ അളവുകോൽ എന്താണ്? അയാളുടെ ആസ്തി എത്രയാണ്? അയാളുടെ ഇൻകം എത്രയാണ്? അയാളുടെ ബാധ്യത എത്രയാണ്? ഇതാ മനസ്സിലാക്കേണ്ടത്. ആ ബാധ്യത വെച്ചാൽ ഇന്ത്യക്ക് എത്രായിരം കോടിയാണ് കടമുള്ളത്? ബ്രിട്ടന് 10 നയാ പൈസ ലോകത്ത് നിന്ന് എവിടുന്നും കടമെടുക്കാത്ത രാജ്യമാണ്. ഇന്ത്യയെക്കാളും 12,000 ഇരട്ടി പണം ലോകത്തിന് കടം കൊടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റിലാണ് ബ്രിട്ടൻ ജീവിക്കുന്നത്. ആ ബ്രിട്ടനെ മേലെ ഇന്ത്യ വരാൻ പോകുന്നതൊക്കെ ഇന്ത്യ ജനസംഖ്യയിൽ മാത്രമാണ് ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബാക്കിയൊക്കെ 100ൻ്റെ അപ്പുറത്താണ്. എല്ലാ ഹാപ്പിനെസ് റെക്കോർഡ്, എല്ലാ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ ഇത് ആർക്കും അറിയാത്തത്? ഈ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഇത്ര ശതമാനം കുറഞ്ഞു, ഇവിടെ ഇത്ര ശതമാനം കുറഞ്ഞു. ഇതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? 1950 പാകിസ്ഥാൻ്റെ സെൻസസ് റിപ്പോർട്ട്, 60 റിപ്പോർട്ട്, 70 റിപ്പോർട്ട്, അങ്ങനെ നമ്മുടെ രാജ്യത്ത് 2010 സെൻസസ് നടന്നത്. പിന്നെ സെൻസസ് ഈ രാജ്യത്തില്ല, എന്നിട്ടാണ് കണക്ക് പറയുന്നത്. ഇവിടുത്തെ ജനസംഖ്യ അങ്ങോട്ടായി, ഇവിടുത്തെ ജനസംഖ്യ എന്താ സെൻസസ് നടത്താത്തത്? അതുപോലും നടത്തുന്നില്ല, ഒക്കെ ഹൈഡാക്കി വെക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ രാജ്യത്തിലെ ഒരു പ്രത്യേക മതത്തിനെ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ എത്രയുണ്ട്? അവിടെയാണ് പ്രശ്നം. എല്ലാ കാലം ഇത് പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. രാജ്യത്തിലെ ജനങ്ങൾക്ക് ഓരോന്നും മനസ്സിലായി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കാണുന്നത്. ഇപ്പോഴത്തെ ചിത്രം അതാണ്. ഇന്ത്യ മുന്നണി വളഞ്ഞിട്ട് പിടിച്ചാൽ ഇവർക്ക് 200 തികയില്ല. കാരണം ഓരോ സ്റ്റേറ്റിനെയും കണക്കുണ്ടല്ലോ. ഇപ്പൊ 400 സീറ്റ് വാങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് BJPക്കാരും പറയാണ് ഞങ്ങൾ ഇവിടുന്ന് 30 സീറ്റ് കേരളത്തിൽ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കുമോ? കാരണം ഇവിടെ ആകെ സീറ്റ് 20 ഉള്ളൂ. 400 സീറ്റ് എവിടെയുള്ളവർക്ക്?
ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? ഉത്തർപ്രദേശിലെ മാക്സിമം അവർക്ക് കിട്ടിക്കഴിഞ്ഞു, ഗുജറാത്തിലും മാക്സിമം കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ കിട്ടാൻ അവിടെ സീറ്റ് പുതിയതായിട്ട് ഉണ്ടാകണ്ടേ? എവിടുന്നാണ്? അപ്പൊ അതുകൊണ്ടാണ് സാമ്നയിൽ സഞ്ജയ് റാവത്ത് എഴുതിയതുപോലെ 200 സീറ്റിന്റെ മേലോട്ട് ഒരു സീറ്റും BJPക്ക് കിട്ടില്ല. ഇത് BJPന്റെ അടുത്ത് കണക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കത്തിക്കണത്. ഈ രാജ്യത്തിലെ ഒരു പ്രത്യേക സമുദായത്തെ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടി. നിങ്ങൾ താലിച്ചേന് ഇവര് കോൺഗ്രസ്സുകാർ പിടിച്ച് ആർക്ക് കൊടുക്കും? മുസ്ലിമിന് കൊടുക്കും. അത്രേ നിങ്ങളെ സ്വത്തുകൾ പിടിച്ചെടുത്ത് കൊടുക്കും. ഒരു പ്രൈം മിനിസ്റ്ററാണ് പറയണത്. നാളെ ആഗോള സഭയിൽ ലോകത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരെ കൂടെ പോയി ഇരിക്കുമ്പോൾ ആ മറ്റുള്ള ഭരണാധികാരിയുടെ മുഖത്ത് ഇയാളെ എങ്ങനെ നോക്കുക? നിങ്ങൾ ആലോചിച്ചു എത്ര കുടുംബമാണെന്ന്. ഇവർ എന്ത് നിയമം കുന്തം എന്നാലും ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഈ രാജ്യത്ത് അനുഭവിച്ച സമൂഹം. ആശയങ്ങൾക്ക് വേര് പിടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗ സാധ്യത പരമാവധിയും കവിഞ്ഞ് അത് ഇല്ലാതായിട്ടുണ്ട് എന്നാണ്. അല്ല, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇതിനകത്ത് പെരുമാറ്റച്ചട്ടത്തിൻ്റെതുപോലെയുള്ള പ്രശ്നങ്ങൾ സത്യത്തിലുണ്ടോ? സർക്കാർ ഒരു നയം കൊണ്ടുവരുന്നു, ആ നയം പാർലമെന്റ് പാസ്സാക്കുന്നു, അത് നിയമമാകുന്നു. ആ നിയമത്തിന്റെ ഉദ്യോഗസ്ഥതല പ്രോസസ്സാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിന്റെ, തെരഞ്ഞെടുപ്പ് കാലത്തെ ചട്ടലംഘനത്തിന്റെ അത് സുപ്രീം കോടതി ആവട്ടെ ഒരു സ്റ്റാറ്റസ് ഓർഡർ ഒന്നും ഇട്ടിട്ടില്ല, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഈ പൗരത്വം ഇഷ്യൂ ചെയ്യുന്നതിൽ ഒരു ധാർമ്മിക പ്രശ്നം വേണമെങ്കിൽ കാണാൻ കോടതി പരിഗണിക്കുകയാണല്ലോ എന്നത്. അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് എന്താണ് കോടതിക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുക? അല്ലെങ്കിൽ സർക്കാരിനോട് നിങ്ങൾ മോശമാണ് ചെയ്തതെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇല്ല, തീർച്ചയായും ഷാദ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇതൊരു പുതിയ നിയമം കൊണ്ടുവരികയോ പുതിയൊരു രീതി എടുക്കുകയല്ല. ഓൾറെഡി നിലനിന്നിരുന്ന ഒരു നിയമത്തിന്റെ അത് നടപ്പിലാക്കുന്ന ഘട്ടങ്ങളിലേക്ക് മാത്രം പോകുന്നതാണ്. തീർച്ചയായും തന്നെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്റ്റേ നൽകിയിട്ടില്ല. അതാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഈ സ്റ്റേ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഇത് ഇപ്പോഴും നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നടപ്പാക്കുന്ന സമയത്ത് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത് ടെക്നിക്കലി നിഷാദ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇതൊരു പുതിയ രീതിയല്ല. പക്ഷേ ധാർമ്മികമായി ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിയമപ്രകാരം വളരെ സീരിയസ് ആയിട്ട് കോടതി കാണുന്ന ഒരു വിഷയം. സാധാരണ രീതിയിൽ ഇതുപോലുള്ള കേസുകളിൽ പ്രാഥമികമായി സ്റ്റേ നൽകാറുണ്ട്. പക്ഷെ ഇതിന് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിൽ കൊടുക്കാതിരിക്കാനുള്ള കാരണവും പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ ഇത് ആർട്ടിക്കിൾ 15 വയലേഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയുടെ 15 വയലേഷനാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പോൾ 1946 ഫോറിനേഴ്സ് ആക്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് 2-3 രാജ്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ കൺട്രികളെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അതുപോലെ ചില പ്രത്യേക ധാരണയോട് കൂടി ചില പ്രത്യേക മതവിഭാഗങ്ങളിലെ ഒരു റിലീജിയനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത് അതാ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ രീതിയാണെങ്കിൽ അവർക്ക് തുടരാം. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്, അവർക്കത് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഇതിനെ കാണുന്ന സാധാരണക്കാരനും ആളുകളും ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് എന്ന് അതിനെതിരെ ശബ്ദിക്കാനും കോടതിയിൽ പോവാനും ഉത്തരവ് നേടാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 257ഓളം അപ്ലിക്കേഷൻസ് ഇന്ന് കോടതിയിലുള്ളത്. അത് വളരെ സീരിയസ് ആയിട്ട് കോടതി കാണുകയാണ്. നിയമത്തിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾ എല്ലാം മനസ്സിലാകും ഇതുപോലുള്ള ഒരു ഭേദഗതി ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നിലനിൽക്കില്ല എന്നും. നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നതുകൊണ്ട് കോടതിക്ക് ഇതിന്റെ ഗൗരവം കുറച്ചുകൂടി വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഷൈബു മഠത്തിൽ. മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ ആളുകളോട് വോട്ട് ചോദിക്കുമ്പോൾ മോദിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, മോദിയുടെ ഗ്യാരണ്ടി 2025 അവസാനിക്കും, ഇനി വരാൻ പോകുന്നത് അമിത്ഷായാണ് എന്ന് ആവർത്തിച്ച് പ്രസംഗിക്കുന്നു. അമിത്ഷാ എന്ന് ഞാനല്ല, മോദി തന്നെ തുടരുമെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും കെജ്രിവാൾ ഇല്ല, അമിത്ഷായെ വരെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ മുതിർന്ന നേതാക്കളെയും വെട്ടി മോദി മുന്നോട്ട് പോവുകയാണ് എന്ന് പ്രസംഗിക്കുകയാണ്. സത്യത്തിൽ BJP ക്യാമ്പിനകത്തും പുറത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ഈ പ്രയോഗം കൊണ്ട്, ഈ ലൈൻ കൊണ്ട്? നോക്കൂ, BJP ക്യാമ്പിനകത്ത് പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉദ്ദേശമേ അല്ല. BJP ക്യാമ്പിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളത് തുറന്നു കാണിച്ചു എന്ന് മാത്രം. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായിട്ടും ജനങ്ങളെ അക്കാര്യം രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ BJPയുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ചില കാര്യങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞു എന്ന് മാത്രം. BJP നമുക്കറിയാം ഒരു കേഡർ സംഘടനയാണ്. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും അതൊന്നും പുറത്തേക്ക് ലീക്ക് ചെയ്യില്ല. കോൺഗ്രസ് പോലല്ലോ.
നിങ്ങൾ റിയാലിറ്റി പരിശോധിച്ചാൽ മനസ്സിലാവും. യോഗി ആദിത്യനാഥ് വളരെ സർവശക്തനായ പിന്നെ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിൽ. അങ്ങനെയാണ് അദ്ദേഹം അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ തടസ്സം ഉണ്ടാക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷായും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും തമ്മിൽ, യോഗി ആദിത്യനാഥും തമ്മിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ശീതയുദ്ധമുണ്ട്, ഒരു കോൾഡ് വാറുണ്ട്. നമ്മളത് വലിയ തോതിൽ തീർച്ചയായിട്ടും നോയിഡ മാധ്യമങ്ങൾക്ക് ഇതൊന്നും ചർച്ചയാക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് വലിയ ചർച്ചയാവാതെ പോയത്. നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചത് മനസ്സിലാവും. അതിലേറ്റവും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി പിന്നെ ഉദ്യോഗസ്ഥരെ അപ്പോയിൻമെൻറ്റാണ്. അതായത് യോഗി ആദിത്യനാഥ് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരെ, അവിടുത്തെ തലപ്പത്ത് സംസ്ഥാനത്തിൻ്റെ ടോപ്പ് ലെവൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം ചെയ്തത് പിന്നെ താൽക്കാലികമായി നിലവിലുള്ളവരുടെ കാലാവധി നീട്ടിക്കൊടുക്കുക. നിങ്ങൾ 2022 മുതൽ കഴിഞ്ഞ 2 വർഷമായി അവിടുത്തെ ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫിനെ, DGPയെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പുതിയ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. SPC എന്നുള്ളത് ഇവിടുത്തെ പ്രയോഗമാണ്. അവിടെ DGP ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും പുതിയ ചീഫ് സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. DGPയുടെ കാര്യത്തിൽ ഇൻചാർജാണ്. അവിടെ നേരത്തെ ഉള്ള ഓഫീസറിനെ ചുമതല മാത്രം കൊടുത്ത് അത് 4ാമത്തെ തവണയാണ് നീട്ടുന്നത്. അതായത് 2 വർഷമായി ചുമതല നീട്ടിക്കൊടുക്കുകയാണ്. ഒരു ഫുൾ ടൈം DGP അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് പിന്നെ ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിലും 4 തവണയായി കഴിഞ്ഞ 6 മാസം കൂടുമ്പോൾ നീട്ടിക്കൊടുക്കുകയാണ്. നമുക്കറിയാം ഈ 2 പോസ്റ്റുകളും ടെന്യൂർ പോസ്റ്റുകളാണ്. പ്രകാശ് സിംഗ് വിധിക്ക് ശേഷം 96-ലെ പ്രകാശ് സിംഗ് വിധിക്ക് ശേഷം ടെന്യൂർ പോസ്റ്റുകളാണ്. അപ്പോയിന്റ് ചെയ്താൽ 2 വർഷ കാലാവധി കൊടുക്കണം. അപ്പോയിന്റ് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകും. കാരണം UPSCക്ക് 3 പേരുടെ ലിസ്റ്റ് കൊടുക്കണം. അതിൽ UPSC അംഗീകരിച്ചു വരുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ കാര്യത്തിൽ അമിത്ഷാ ഇടപെടലുണ്ട്. അമിത്ഷാ സമ്മതിക്കുന്നില്ല. അതാണ് കാര്യം. അപ്പം ഇത് മാത്രമല്ല, അവിടെ പല കാര്യങ്ങളിൽ യോഗി ആദിത്യനാഥും അമിത്ഷായും തമ്മിൽ വലിയ ശീതയുദ്ധമുണ്ട്. അമിത്ഷായെ കടത്തിവെട്ടാനുള്ള കെൽപ്പ് പിന്നെ യോഗി ആദിത്യനാഥിനില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. അത് തുറന്നു കാണിക്കുക മാത്രമാണ് കേജ്രിവാൾ ചെയ്തത്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ മോഡിക്ക് അധികാരം തുടർന്ന് കിട്ടരുതെന്ന് ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരുപക്ഷെ UP മുഖ്യമന്ത്രി ആയിരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇത്രേ ഉള്ളൂ. BJP ഈ പറയുന്ന പോലെ 400 സീറ്റിൻ്റെ ആത്മവിശ്വാസത്തിലൊന്നുമല്ല BJP മുന്നോട്ട് പോകുന്നത്. BJPക്ക് കഴിഞ്ഞ തവണയുള്ളതുപോലെയോ 2014 പോലെ ഒരു ആത്മവിശ്വാസം ഇത്തവണ ഇല്ല. മാത്രമല്ല, അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും മോഡറേറ്റ് ആയിട്ടുള്ള നിരീക്ഷകർ പോലും പറയുന്നത് ഒരുപക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഭരിക്കാൻ പറ്റിയേക്കാം. കാരണം പ്രസിഡന്റ് അവരുടെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിൽ മാത്രം. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും, അതായത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ മോഡി പിന്നെ പ്രധാനമന്ത്രി ആവില്ല. അപ്പോൾ മോഡിക്ക് പകരക്കാരെ BJP RSS കണ്ടെത്തി കഴിഞ്ഞു. നമുക്കറിയാം പേരുകൾ ഏതൊക്കെയാണ്. BJPക്ക് താല്പര്യമുള്ള, RSSന് താല്പര്യമുള്ള, മോഡിക്ക് ഉള്ള റീപ്ലേസ്മെന്റ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് കേജ്രിവാൾ ചെയ്തത്. അത് എക്സ്പോസ് ചെയ്യേണ്ടത് ഒരു ഇലക്ഷനല്ലേ എക്സ്പോസ് ചെയ്യേണ്ടത്. ആരാണ് നാളെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? മോഡിയല്ല. അതിന്റെ റിയാലിറ്റി ജനങ്ങൾ അറിയണമല്ലോ. അപ്പൊ മോഡിയെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. പക്ഷേ മോഡിയല്ല നാളെ പ്രധാനമന്ത്രി. അത് പറയാൻ ശ്രമിക്കുകയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും കേജ്രിവാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വിമർശനത്തെ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കാനും മറുപടി പറയാനും BJP നിർബന്ധിതമായി സാധാരണ നിലയ്ക്ക് പ്രതിപക്ഷം കൊണ്ടുവരുന്ന സംഗതികളെ അവഗണിക്കുകയാണ് BJP ചെയ്യുക എന്നത് കാണാം. എല്ലായ്പ്പോഴും BJP ആണല്ലോ വിഷയങ്ങൾ ഫിക്സ് ചെയ്യുക. അല്ല, ശ്രീ ഉല്ലാസ് ബാബു, ഈ അബ്കി പാർ 400 പാർ ഞങ്ങൾ 400 കൊണ്ടുവരും, 400 നേടാൻ പോവുകയാണ് എന്ന സംഗതി ശരിയാണ്. ഇപ്പോൾ എവിടെയും പ്രസംഗിച്ച് കാണുന്നില്ല. BJPയുടെ പേജിൽ പോയാൽ പോലും ആ #, ഒഴിവാക്കിയ മട്ടാണ്. സത്യത്തിൽ നിങ്ങൾ 400 എന്ന് പറയാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്, മടിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഉല്ലാസ് ബാബു? എനിക്കറിയില്ല അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം മുൻപും വളരെ കൃത്യമായി ഞങ്ങളുടെ നേതാക്കളെല്ലാവരും 400 സീറ്റിലേക്കുള്ള പ്രയാണത്തിലാണ് BJP എന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞു, കേവല ഭൂരിപക്ഷം BJPക്ക് ഈ നടന്ന സീറ്റുകളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി 400 സീറ്റുകളിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. അതിൽ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം കൃത്യമായിട്ടുണ്ടാകണമെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ഞങ്ങളുടെ നേതാക്കന്മാരോട്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കുകയാണെന്ന്
എന്നറിയില്ല. ഒരു സംശയം വേണ്ട നിഷാദ്, BJPക്ക് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞു വരുന്നത് പ്രയാസം. BJPയിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? BJP ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള വിശാലമായിട്ടുള്ള ദേശീയ സമിതി ഒന്നും കാണാത്ത ആളുകൾ വാർത്ത വായിക്കാത്തത് കൊണ്ടായിരിക്കാം, ദേശീയ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. BJPക്കകത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഭാരവാഹി യോഗം നടക്കുന്നുണ്ടോ? ഇനി BJPയുടെ അമിത്ഷാജിയും അതുപോലെ യോഗി ആദിത്യനാഥ്ജിയും തമ്മിൽ തർക്കമുണ്ട്, ഒരാളുടെ വലിയ കണ്ടെത്തലാണ്. അങ്ങനെ ഇങ്ങനെ BJPയുടെ ഓഫീസിലേക്കും BJPയുടെ നേതാക്കന്മാരിലേക്കും BJPയുടെ രാഷ്ട്രീയ നയങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുക എന്നല്ലാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. 400 സീറ്റുമായി 3ാം തവണയും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA മുന്നണി ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരികയും 10 വർഷക്കാലം ഞങ്ങൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനി വരുന്ന 5 വർഷക്കാലം കൃത്യമായി ട്രാക്ക് ചെയ്ത് ഒന്നും കൂടി ഗിയർ പവറോട് കൂടിയിട്ട്, കാരണം ഒന്ന് ബേസ് ഇട്ട് കയറി വരികയായിരുന്നു. സ്വാഭാവികമായിട്ട് 10 വർഷം ആ ബേസ് കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്നുകൂടി വേഗതയിൽ ഇന്ത്യ മഹാരാജ്യത്തെ കൈപ്പിടിച്ച് ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത BJP നേതാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അധികാരവർഗത്തിൽ നിൽക്കുന്ന ആളുകൾ വരും 5 വർഷങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കും. അപ്പോഴും നിങ്ങൾ ഈ വിദ്വേഷ ശൈലികൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആ വിമർശനമൊക്കെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബഹുസ്വരതയും നൈതികതയും സ്വത്വവും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും BJPക്ക് നിങ്ങൾ ഈ കണക്ക് കേട്ടിട്ട് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല. അവിടെ ഉത്തരേന്ത്യയിൽ BJP തകരാൻ പോവുകയാണ്, മോദിയുടെ ബ്രാൻഡ് വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വളരെ പൊടുന്നനെ ഉണ്ടാക്കിയ ഈ സഖ്യം BJP 100 വർഷം കൊണ്ട് ഈ രാജ്യത്ത് പാകി വലുതാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ വീഴ്ത്തിക്കളയും എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആണെന്നാണ് അവർ കാണുന്നത്. അല്ല, അവർ ഇപ്പോഴും ആവർത്തിച്ചത് കണ്ടില്ലേ BJPയുടെ പ്രതിനിധി? ലോകത്തിൻ്റെ നെറുകയിൽ, ലോകത്തിൻ്റെ എന്ത് നെറുകയാണ്? ഓരോ ഇന്ത്യക്കാരനും അപമാനിക്കപ്പെടില്ലേ ലോകം മുഴുവൻ? ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഈ പെർസിക്യൂഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അവിടുത്തെ പെർസിക്യൂഷൻ പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഇന്ത്യയിലെ മൈനോറിറ്റിനോട് നടത്തുന്ന ക്രൂരത എത്രയാണ്? അളവില്ലാത്തതല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ലോകം മുഴുവനും വലിയ വിപ്ലവത്തിലേക്ക്, വലിയ കണ്ടുപിടുത്തത്തിലേക്ക്, ബഹിരാകാശത്തേക്ക് ഒക്കെ പോവുകയാണ്. ഇവിടെ എന്താ ചെയ്യണേ? ഇവിടെ ഓരോ പള്ളിൻ്റെ അടിയിലും ഊളാൻ വിട്ട് നോക്കുകയാണ്. ഏതോ വിഗ്രഹം ഉണ്ടോ, കാലുണ്ടോ? ഈ രാജ്യത്ത് സാധാരണക്കാരനായ ഡീസലിന് വില കൂട്ടുമ്പോൾ ഹിന്ദുക്കളെ നിങ്ങൾ മാറ്റി നിർത്തിനോ? മുസ്ലിമിനാണ്ട് കൂട്ട്, ഹിന്ദുവിന് എന്താ ഒരു ഇളവ് കൊടുത്തിനോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഹിന്ദുവിന് എന്താ നിങ്ങൾ ചെയ്തത്? മോദി കൊണ്ടുവന്ന ഏതെങ്കിലും പദ്ധതികൾ ഒരു പാടില്ല എന്ന് മോദി പറഞ്ഞിരുന്നോ? പറ. ഏത് പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് പദ്ധതികളുണ്ട്? കുറെ മനുഷ്യന്മാരെ ക്യൂരിൽ നിർത്തിച്ച് എന്ത് പദ്ധതി? ആദ്യം വാക്കുപാലിക്കണം. ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കൊടുക്കുന്നു പറഞ്ഞിട്ട് എവിടെ? എന്ത് ഒന്ന് പോവാം. ഇന്ത്യ മഹാരാജ്യത്തെ കൃത്യമായി നിലപാടുകളോടുകൂടി ഭരിച്ച ഒരു സംവിധാനം, കൃത്യമായി വികസനം കൊണ്ടുവന്ന സംവിധാനം, കൃത്യമായ വികസനം കൊണ്ടുവന്നാണ് BJPയുടെ വാദം. അതേസമയം വേറെ ചില കണക്കുകൾ ഷാഫി ചാലിയും പറയാണ്. ഇല്ല, ആ തർക്കം എവിടെ എത്താൻ ഇലക്ഷൻ നടക്കാണ്. നാളെ ഇരിക്കണം. താങ്ക് യു ഷാഫി ചാലിയും ഷൈബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം അഡ്വക്കേറ്റ് ദീപക് പ്രകാശനും അവരുടെ വേള.